ആരാധനയ്ക്ക് യോഗ്യനായ യേശുവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. സകല മഹത്വം, സകല പുകഴ്ചയ്ക്ക് യോഗ്യനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് സന്ധ്യായാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സർവശക്തന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട് തുടങ്ങുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹപ്രദമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങയുടെ സാന്നിധ്യം ആദ്യം മുതൽ അവസാനം വരെ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയിൽ അനുഗ്രഹിക്കണം, വചന ശുശ്രൂഷ അനുഗ്രഹിക്കണം, ദൈവദാസനെ ശക്തമായി ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യായാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് ഈ സന്ധ്യായാമത്തിൽ മീഡിയയുടെ മുമ്പിൽ കർത്താവിൻ്റെ പുനഃനാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭ്യമായി തീർന്ന നല്ല അവസരങ്ങളെ ഓർത്ത് സകല മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ചില നിമിഷങ്ങൾ ഈ മീഡിയയുടെ മുമ്പിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. അതിനുശേഷമായി കർത്താവിൻ്റെ ദാസൻ മോൻസി ബി രാജു നമ്മളോട് ദൈവവചനം സംസാരിക്കും. ഞങ്ങൾ വന്നിരിക്കുന്ന പ്രൈസ് ടു ദി ലോർഡ് മ്യൂസിക്കൽ കൺസേർട്ട് എന്ന പ്രോഗ്രാമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ദാസന്മാരെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ കർത്താവിൻ്റെ ദാസൻ ടിജുമോനെ വർഷിപ്പിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഇന്നലെ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയ്ക്ക് യോഗ്യനാകുന്ന സകല പുകഴ്ചയ്ക്കും സകല ബഹുമാനത്തിനും യോഗ്യനാകുന്ന കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവം നന്ദി പറയുന്നു. ഭാരമെല്ലാം നീറുന്ന വേളയിൽ, ഹൃദയം തകർന്ന സാഹചര്യത്തിലും കൂടെ നിൽക്കുവാൻ യോഗ്യനായ ഒരു ദൈവമുണ്ട്. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോലെ. ഈ നല്ല രാത്രിയിൽ ആ അരുമനാഥനാകുന്ന ദൈവത്തിന്റെ കരങ്ങളെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിയിരിപ്പിക്കാം. ഭാരവും പ്രയാസങ്ങളും ജീവിതത്തിൽ അടിച്ചു കയറുമ്പോൾ കൂടെ ഞാനുണ്ട് എന്ന് വചനം പറയുന്നു. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്ന ദൈവമാകുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ, മനസ്സ് തകർന്നിരിക്കുകയാണോ എന്ന ദൈവം നമ്മുടെ അരികിലുണ്ട്. ഒരു നിമിഷം നമ്മുടെ ദൈവകരങ്ങളെ നമ്മൾ തന്നെ പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കാം. ആ ദൈവം ഇന്നും നല്ലവനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കുമായി. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും ഇന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, ഇന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും ഇന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും ഇന്നും അന്യനല്ലവൻ. ഹൃദയത്തിലെ ഭാരങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിലും കൈവിടാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പുണ്യമുഖത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ
യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. വർഗിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. വർഗിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഹല്ലേലൂയ. ഈ നല്ല വൈകിവേളയിൽ പാട്ടുകാരൻ പറഞ്ഞ പോലെ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ട നാം നമ്മെ നയിക്കുന്നത് അവൻ നമ്മുടെ ദൈവമാകുന്നു. ഈ നല്ല രാത്രിയിൽ
നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ തന്നെ താഴ്ത്തിയെത്തിക്കണം. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലയോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുരാജാ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. നേസിത്തിരേ 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 യേശയ്യാ, നേസിത്തിരേ 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 യേശയ്യാ. ദിനവും ഉന്നോട് ചേർന്ന്, ദിനവും ഉന്മാർന്നു ചാർന്ന്, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുരാജാ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുരാജാ. കഴിവല്ല നിൻ കൃപയാണേ, ബലമെല്ലാം നിന്റെയാണ്. കഴിവല്ല നിൻ കൃപയാണേ, ബലമെല്ലാം നിന്റെയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ.
നേരം യഹോവ നിസ്സിയായി തോൽവികൾ വന്ന നേരം യഹോവ നിസ്സിയായി കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഓ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഹോസാന 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 കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനുള്ളിൽ നല്ല ആത്മീയ ഗാനങ്ങൾ നമ്മൾ ശ്രവിച്ചു. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഇനിയും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷം നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് സമയത്തെ വേർതിരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ സി ഐസക്കിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, മീഡിയയിൽ കൂടെ കർത്താവേ, കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ ദൈവം തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ചില ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. കർത്താവ്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പം ചിന്തിക്കുവാൻ പോകുന്നു. കർത്താവെ, ബ്രദർ മോൻസി എന്നിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കണമേ. നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ കർത്താവ് ബലപ്പെടുത്തണം, സഹായിക്കണം. കർത്താവെ, ദൈവമേ, എല്ലാവരെയും നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളാർക്ക് സൗഖ്യം കൊടുക്കണം. എല്ലാവരെയും ഒക്കെ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥിച്ച് സഹായിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നാം ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് വചന ശുശ്രൂഷ. പ്രിയപ്പെട്ട ദൈവദാസൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഈ സമയം വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സന്ധ്യയുടെ യാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകാൽ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തിജീവിതങ്ങളെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇങ്ങനെയൊരു ഓൺലൈൻ പ്രോഗ്രാം നയിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതനായ സഹോദരൻ, ഈ കാലഘട്ടത്തിൽ ദൈവനാമത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ടിജു ചാത്തന്തറ, അതുപോലെ തന്നെ ബ്രദർ ഷിഫിൻ സി ഐസക്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബ്രദർ മിഥുൻ ഷാജി, ബ്രദർ സാംകുട്ടി, ബ്രദർ നിതീഷ് ചാത്തന്തറ തുടങ്ങിയ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകാൽ എനിക്ക് ഇങ്ങനെയൊരു ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇപ്പോൾ ലോകം മുഴുവനും വലിയ ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. മനുഷ്യൻ സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ
ലോകത്തിൽ നിന്ന് പൊടുന്നനവെ മാറ്റപ്പെടുമ്പോൾ, സന്തോഷമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നാലും ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിന് നടുവിലും നമ്മെ താങ്ങുവാൻ നമ്മുടെ സർവശക്തനായ ദൈവം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവസന്നിധി വിശ്വസ്തരായിരിക്കണം, വിശുദ്ധരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായി തീരണം, ഒരു വേർപെട്ട ഒരു നല്ല ജീവിതം നയിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിനെ സമർപ്പിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥനയിൽ പോരാടുന്നവരായി തീരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ ഏത് സാഹചര്യത്തിന് നടുവിലും ഏത് കാല പരിസ്ഥിതിയിലും ദൈവം അവർക്ക് വേണ്ടി നിശ്ചയമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഏതെല്ലാം പ്രതികൂലങ്ങളായിരുന്നാലും, ഏതെല്ലാം സിംഹക്കുഴികളായിരുന്നാലും, ഏതെല്ലാം കാരാഗ്രഹത്തിൻ്റെ അവസ്ഥകളായിരുന്നാലും ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ഈ രാത്രിയിൽ നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ ചിലവഴിക്കുന്നവരാണോ? ദീർഘമായി പ്രാർത്ഥനയെപ്പറ്റി പ്രസംഗിക്കുവാൻ നമുക്കേവർക്കും കഴിയും. പക്ഷേ പ്രാർത്ഥനയിൽ സമയത്തെ നീക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയില്ല. അത് ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനവധി സമയങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുവാൻ കഴിയുകയുള്ളൂ. ഈ രാത്രിയിൽ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അനുഗ്രഹീതമായൊരു വേദഭാഗമാണ് നാം വായിച്ചിരിക്കുന്നത്. അനേക ദൈവഭക്തന്മാരിലൂടെ ഈ വേദഭാഗത്തിൽ നിന്ന് അനേക ആത്മീയ ചിന്തകൾ നാം കേട്ടിട്ടുള്ളവരാണ്. പ്രാർത്ഥനയെ ആസ്പദമാക്കിയുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യൻ അനേക അത്ഭുതകരമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അത്ഭുതകരമായ കഴിവാണ് സംസാര ശേഷി എന്നുള്ളത്. മനുഷ്യൻ സംസാരിക്കുന്നത് തൻ്റെ നാവുകൾ കൊണ്ടാണ്. ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ നാവ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, ദൈവഹിതമല്ലാത്ത വാക്കുകൾ, ഇതിനൊന്നുമല്ല ഒരു ദൈവപൈതൽ തൻ്റെ നാവിനെ ഉപയോഗിക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നാവിൻ്റെ ശ്രേഷ്ഠമായ കാര്യങ്ങളും പറയുന്നുണ്ട്, നാവ് ഉപയോഗിച്ച് ചെയ്യുന്ന അധമമായ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ദീർഘമായി ഞാനിവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നാം നാവ് ഉപയോഗിച്ച് ചെയ്യേണ്ട 2 ശ്രേഷ്ഠമായ കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ. അവിടെ നാം കാണുന്ന നമ്മുടെ നാവ് ഉപയോഗിച്ച് ചെയ്യേണ്ട 2 ശ്രേഷ്ഠമായ കാര്യങ്ങൾ: 1 പ്രാർത്ഥിക്കുക, 2 പാട്ടുപാടുക അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നാം ദൈവത്തിന് വിശ്വസ്തയോടെ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നവരാണോ? ദൈവത്തെ ആരാധിക്കുന്നവരാണോ? ദൈവത്തെ സ്തുതിക്കുന്നവരാണോ? ഈ രാത്രിയിൽ സ്വയം ഒരു ആത്മീയവിചിന്തനം ചെയ്യേണ്ട രാത്രിയായി മാറട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നാം വായിച്ചു പഠിച്ചു വരുമ്പോൾ 16-ാം വാക്യത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവിടെ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പവർഫുൾ ആൻഡ് എഫക്റ്റീവ് പ്രയർ. അതിൻ്റെ അർത്ഥം ശക്തവും ഫലകരവുമായ പ്രാർത്ഥന. ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന ശക്തമായിരിക്കണം, ഫലകരമായിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ളതായിരിക്കണം.
നാം എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നാം രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, രാത്രി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നത് ശക്തിയോടുകൂടെയാണോ? പ്രാർത്ഥനയുടെ ഊർജ സ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ പിന്തുണയോടുകൂടെയാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവവുമായി നിരപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലദായകത്വം യാക്കോബ് അവിടെ അനുസ്മരിപ്പിക്കുക. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉത്തമമായ ഒരു ദൃഷ്ടാന്തം എടുത്ത് കാണിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ ജീവിതമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീർന്നു. ഏലിയാവിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നമുക്കിങ്ങനെ കാണാം: ഇസ്രായേൽ ജനം കടുത്ത വിശ്വാസത്യാഗത്തിലും വിഗ്രഹ സേവയിലും അധപ്പതിച്ചൊരു കാലം. രാഷ്ട്രീയ അരാജകത്വം സർവത്ര നടമാടുന്നു. ഈ രൂക്ഷമായ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം തൻ്റെ കരുത്തന്മാരായ പ്രവാചകന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ തിഷ്ബിയിൽ നിന്നുള്ള ഏലിയാവ് എന്നൊരു ശക്തനായ പ്രവാചകൻ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അധികം മുഖവുകരകളൊന്നും അവിടെ പറയുന്നില്ല. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുക, ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരും ഏലിയാവിനെ പോലെയുള്ളവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. താൻ ജീവിച്ചു വന്ന പശ്ചാത്തലത്തെക്കുറിച്ചോ തൻ്റെ കുടുംബ പാരമ്പര്യങ്ങളെക്കുറിച്ചോ വംശാവലിയോ ഒന്നും അവിടെ എടുത്തു പറയുന്നില്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും തൻ്റെ ശുശ്രൂഷ വളരെ ശക്തിയുള്ളതായിരുന്നു. ദൈവവൈദ്യരെ, ദൈവം നമ്മെ മാനിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും മാനിക്കപ്പെടുകയില്ല. ദൈവം നമ്മെ ഉയർത്തുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ഉയർത്തപ്പെടുകയില്ല. അതിൽ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നാം ജീവിച്ചു വന്ന പശ്ചാത്തലമോ ഒന്നുമല്ല. നമ്മുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണവും പ്രാർത്ഥനാ ജീവിതവുമാണ് ദൈവം നമ്മളെ ഉയർത്തുവാൻ ഉത്തമ കാരണമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക ആത്മീയ സത്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുൻപേ പ്രാർത്ഥനയുടെ ദീർഘാധ്യായങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ എഴുതി ചേർത്തു. ആഹാബ് രാജാവിൻ്റെ മുൻപിലേക്ക് ചുമ്മാ അങ്ങ് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ച് താൻ സ്വായത്തമാക്കിയ ആത്മധൈര്യവും ആ ദൃഢനിശ്ചയവും ആഹാബിൻ്റെ മുൻപിൽ നിൽക്കുവാൻ തന്നെ ഇടയാക്കി. ആഹാബിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഏലിയാവ് പറയുകയാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറയാതെ ഈ നാളുകളിൽ, ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഏലിയാവ് വെറുതെ അങ്ങ് പറയുകയല്ലായിരുന്നു. ഏലിയാവ് പറഞ്ഞത് ദൈവിക വ്യവസ്ഥയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, യഹോവയായ ദൈവം അവിടെ ഇങ്ങനെയാണ് ജനത്തോട് പറയുന്നത്: യഹോവയായ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ സേവിക്കുകയോ അന്യ ദൈവങ്ങളെ ഹൃദയം കൊണ്ട് ആരാധിക്കുകയോ ചെയ്താൽ ഞാൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തെ അടച്ചു കളയും എന്നുള്ളത് ദൈവിക വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ഏലിയാവ് സംസാരിച്ചത്, ഏലിയാവ് ആഹാബിനോട് പറഞ്ഞത് വെറുതെ ഒരു കാര്യം പറഞ്ഞു വിടുകയല്ലായിരുന്നു. ദൈവിക വ്യവസ്ഥയാണ് ഏലിയാവ് സംസാരിച്ചത്. ദൈവ പൈതലേ, ഒരു ദൈവഭക്തൻ, ദൈവവുമായി നിരപ്പിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ അവൻ ദൈവിക വ്യവസ്ഥയെ സംസാരിക്കുമ്പോൾ അന്നും ഇന്നും ദൈവിക വ്യവസ്ഥ സംസാരിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി അവൻ പറഞ്ഞ ആ കാര്യം അതേപടി നിവർത്തിക്കുവാനും അതിനെ അംഗീകരിച്ചു കൊടുക്കുവാനും ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഏലിയാവ് പറഞ്ഞ വാക്കിനെന്ത് സംഭവിച്ചു? ആ വാക്കിൻ പ്രകാരം ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അവൻ പറഞ്ഞ വാക്കുകൾക്ക് അധികാരമുണ്ടായിരുന്നു. അവൻ്റെ അധരങ്ങൾക്ക് ദൈവം അധികാരം കൽപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്നെ രാജാക്കന്മാരുടെ നടുവിലും മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നതിൻ്റെ അധരങ്ങൾക്ക് അധികാരം കൽപ്പിച്ച് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും നടുവിൽ കരുത്തുറ്റനായ ഒരുവനായി നിൽക്കുവാൻ ദൈവം നിന്നെ ഇടയാക്കും. ഏലിയാവ് പറഞ്ഞ വാക്കുകൾക്ക് ദൈവം അത് ശരിവെച്ചു കൊടുത്തു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല, ദേശത്ത് ക്ഷാമമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അനേക ആത്മീയ സത്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. നമുക്കറിയാം, ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേരിൽ
450 പ്രവാചകന്മാർ അവരുടെ ആരാധന വെറും വനരോധനമായി തീർന്നപ്പോൾ ഇതാ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർമ്മേലിൻ്റെ ഗിരിയിൽ ചുരുങ്ങിയ ചില വാചകങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിന്മേൽ ദൈവിക അഗ്നി കത്തി ജ്വലിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ന്യൂനപക്ഷത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് എപ്പോഴും ഇഷ്ടം. അവരെ മാനിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അധികം ആളിൻ്റെ പെരുപ്പത്തിലല്ല, ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ കരുത്തോടെ വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരുവന് വേണ്ടി നിശ്ചയമായും അവൻ്റെ തല താണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ തല എപ്പോഴും ഉയർന്നു തന്നെയിരിക്കും. ദൈവത്തിൻ്റെ ദാസനായ യോശുവയെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണാം. യോശുവ പറയുന്നു, അവൻ ആത്മധൈര്യത്തോടുകൂടെ ചങ്കുറപ്പോടെ അവൻ പറയുകയാ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏലിയാവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഏലിയാവ് കർമ്മേലിൻ്റെ ഗിരിമുകളിൽ വലിയ അഗ്നിപരീക്ഷണമൊക്കെ നടത്തി അസാധാരണമായ ശുശ്രൂഷയൊക്കെ ചെയ്തു. പക്ഷേ ഇതാ ഒരു ചപല സ്ത്രീയുടെ വാക്കിന് മുൻപിൽ ഏലിയാവ് നിരാശനായി. ആരുടെ വാക്കിന് മുൻപിലാ? ഇസബേലിൻ്റെ. നിരാശനായി താൻ ആയിരുന്ന സ്ഥലത്തുനിന്ന് താൻ പാലായനം ചെയ്ത് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ താൻ കിടന്നിട്ട് നിലവിളിക്കുകയാണ്. അവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അസാധാരണ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി ഇപ്പോൾ ഇതാ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിലവിളിക്കുന്നു. എത്ര ശോചനീയമായ അവസ്ഥയല്ലേ. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് പറയുന്ന ഇതാ, ഇപ്പോൾ മതി യഹോവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല. ഏതൊരു ആത്മീയൻ്റെ ജീവിതത്തിലും ഒരു മറുവശമുണ്ട്. അതുകൊണ്ടാണല്ലോ നാം ഇവിടെ വായിച്ച ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മളെപ്പോലെ ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ക്ഷീണങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എല്ലാ ആത്മീയരുടെയും ജീവിതത്തിൽ അവർ ആത്മീയ മേഖലയിൽ ദൈവസന്നിധിയിൽ വളരെ കരുത്തുറ്റവരായി നിൽക്കുന്നുവെങ്കിലും പലപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ മറുവശങ്ങളിൽ വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്, നിരാശകളുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും നമ്മെ തട്ടിയുണർത്തുവാൻ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് നിരാശനായി ചൂരച്ചെടിയുടെ കീഴിൽ അവൻ കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി. ദൂതൻ അവനെ തട്ടിയുണർത്തി. താൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലും നിരാശയോടുകൂടി ഇരിക്കുന്ന ദൈവത്തിനെ വചനത്താൽ തട്ടി ഉണർത്തുകയാണ് ദൈവം. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നിരാശരായിരിക്കാം. പലവിധത്തിലുള്ള വാക്കുകൾക്ക് മുൻപിൽ നിരാശയോടുകൂടി ആയിരിക്കാം നിങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് നീങ്ങും? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുവാൻ ചിന്തിച്ചിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തുകയാണ്. ഏലിയാവേ, നീ ഇവിടെ കിടന്നുറങ്ങുവാനുള്ളവനല്ല. ഇവിടെ നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചനത്തെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് വിടുതലായി മാറട്ടെ. ഏലിയാവ് കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും അവൻ ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവൻ അവിടെ കിടന്നുറങ്ങുവാനാണ് ശ്രമിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അവൻ അവിടെ കിടന്നുറങ്ങുവാനല്ല, അവന് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഈ രാത്രിയിൽ ഈ മീഡിയയിലൂടെ ശബ്ദം കേൾക്കുന്ന ദൈവഭൃത്യ ദൈവമക്കളെ, ഒരുപക്ഷെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇവിടെ വെച്ച് അവസാനിക്കുകയാണോ? എനിക്കിനിയും കഴിയില്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലാണ് നീ ഇരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ വചനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളെ തട്ടിയുണർത്തുകയാ. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നാം പിന്നീട് ഇങ്ങനെയാണ് വായിക്കുന്നത്. മഴ പെയ്യാതിരിക്കുന്നതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ദൈവശബ്ദം കേട്ടിട്ടാണ്. ദൈവം പറഞ്ഞു, ഏലിയാവെ, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്ക്കുവാൻ പോകുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ഒരു ദൈവത്തിൽ അവൻ അടങ്ങിയിരിക്കുകയല്ല ചെയ്യേണ്ടത്, അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഫലം വെളിപ്പെടുന്നത് വരെ അവൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടേയിരിക്കണം. ഏലിയാവ് അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇസ്രയേലിൽ യഥാർത്ഥ ആരാധന, ദൈവിക ആരാധന യഥാസ്ഥാനപ്പെട്ടു. 3 വർഷവും 6 മാസവുമൊക്കെ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ജനത്തിന് മനസ്സിലായി അന്യദൈവങ്ങളെ സേവിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. യഥാർത്ഥ ആരാധന അവിടെ യഥാസ്ഥാനപ്പെട്ടപ്പോൾ ദൈവിക പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഏലിയാവിന് മനസ്സിലായി ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ മഴ ഇനിയും പെയ്യുവാൻ പോകുന്നു. ഏലിയാവ് ആഹാബിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത് ഇതാണ്: രാജാവേ, നീ പോയി ഭക്ഷിച്ചു പാനം ചെയ്യുക, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
രാജാവ് ഭക്ഷിച്ചു പാനം ചെയ്യുവാനായിട്ട് കടന്നുപോയി. പക്ഷെ ദൈവശബ്ദം കേട്ട ഏലിയാവ് അതിനല്ല കടന്നുപോയത്. അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വീണ്ടും കർമ്മേലിന്റെ പർവ്വതത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിലെ ദൈവിക വാഗ്ദത്തങ്ങൾ അനവധി നിന്റെ മുൻപിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കേട്ടിട്ട് നീ അടങ്ങിയിരുന്ന അത് തക്ക സമയത്ത് നിവർത്തീകരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ആണ് നീ മുൻപോട്ട് നീങ്ങുന്നെങ്കിൽ നിന്റെ ചിന്താഗതിക്ക് ഈ രാത്രിയിൽ ഒരു മാറ്റം വരുത്തുക. വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിക്കുവാൻ കർമ്മേലിൻ്റെ മലമുകളിലേക്ക് കടന്നുപോയി. ആഹാബിൻ്റെ കാര്യവിചാരകനായ ഓബദ്യാവ് അവനൊരു ദൈവഭക്തൻ കൂടിയാണ്. അവനെന്താ ചെയ്യുന്നത്? മൃഗങ്ങൾക്ക് പുല്ല് തേടിക്കൊണ്ട് രാജ്യത്തിലുടനീളം അലയുമ്പോൾ ഏലിയാവ് എന്താ ചെയ്യുന്നത്? ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ മുഴങ്കാലിന്മേൽ ഇരിക്കുകയാണ്. ഒരു ദൈവപൈതൽ അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ഇടം പ്രാർത്ഥനാ മുറിയാണ്. ദൈവപിതരെ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നീ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഓടിയാലും, എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്തെന്ന് പറഞ്ഞാലും അവിടെയൊന്നും നിനക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയെത്തി. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അനേക ആത്മീയ ഘടകങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഒന്ന്, ഏലിയാവിൻ്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയായിരുന്നു. ഏലിയാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവിക ശബ്ദം കേട്ടു, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുവാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസമാണ്. ഏലിയാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. 2, ഏലിയാവ് താഴ്മയും വിനയമുള്ളവനായി പ്രാർത്ഥിച്ചു. ആ ഏലിയാവ് തൻ്റെ മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയിൽ അവൻ ഒരു വില്ല് പോലെ വളഞ്ഞ് എത്ര താഴ്മയോടുകൂടി ആ ഏലിയാവ് പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കണം. ദൈവവേദന നാമൊക്കെ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളത്? ദൈവസനെ നാം ഇങ്ങനെയാണോ ഇരിക്കാറുള്ളത്? ഏലിയാവിനെ നാം കണ്ട് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഏലിയാവ് ഒരു വില്ല് പോലെ വളഞ്ഞു നിന്ന് ദൈവസനെ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഏലിയാവ് ശ്രദ്ധയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. വാഗ്ദത്തം കേട്ടിട്ട് ഏലിയാവ് ആദ്യ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. 2ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ച് ഏലിയാവിൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 7ാം പ്രാവശ്യം തൻ്റെ ഭൃത്യൻ കടന്നുപോയിട്ട് തിരികെ വന്ന് ഏലിയാവിനോട് പറയുന്നത് ഇതാ, യജമാനനെ, കടലിൽ നിന്ന് ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. കടലിൽ നിന്നൊരു കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. ഏലിയാവ് വളരെ സന്തോഷിച്ചു. ദൈവം ഭൂതലത്തിൽ മഴ കൊടുക്കുവാനിടയായി തീർന്നു. ഭൂമിയെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ദേശത്തെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ദൈവമെതിരെ നീ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ ആത്മാർത്ഥമായാണോ പ്രാർത്ഥിക്കുന്നത്? നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഏലിയാവിൻ്റെ ജീവിതം വെച്ച് നമുക്ക് ദൈവജനത്തിൻ്റെ ഒരു വാക്യം ഇങ്ങനെ പറയാം: ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നിലവിളിക്കുന്നൊരു ദൈവപൈതൽ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. മറ്റൊരു കാര്യം, ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരു സ്വാർത്ഥതയല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെയൊന്നും പറയുവാൻ ഏലിയാവ് നിൽക്കുന്നില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരു രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരു ജനത്തിൻ്റെ ഒരു വലിയ വിടുതലിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? നാം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ന്റെ അവസാനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്നും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 3 വർഷവും 6 മാസവും ദേശത്തിൽ ക്ഷാമത്താൽ നിറയപ്പെട്ട ദേശത്തിന് നടുവിൽ മഴ പെയ്യുക മാത്രമല്ല, ഭൂമിയിൽ ധാന്യം വിളയുവാൻ ഇവിടെയായി തീർന്നു. ദൈവവേദനെ, ഏതെല്ലാം നിരാശകളുടെ നടുവിലായിരുന്നാലും, ഏതെല്ലാം പ്രതിസന്ധികളുടെ നടുവിലായിരുന്നാലും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ കരങ്ങളെ ചലിക്കുവാൻ ശക്തിയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. ഏലിയാവിനെ പോലെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, താഴ്മയും വിനയവുമായി നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാർത്ഥതയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, മറിച്ച് നമുക്ക് അനേകർക്ക് വേണ്ടി അവരുടെ വിഷയം കൂടെ നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായി ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തരും. ഈ മീഡിയയിലൂടെ ഈ രാത്രിയാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പലരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കാം. പലപ്പോഴും പലവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാം. പക്ഷെ വചനം പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും അവനെ ഒരു വ്യത്യസ്തനാക്കി മാറ്റുവാനിടയായി തീർന്നു. അവൻ ദൈവത്തിലുള്ള ആശ്രയം അവനെ ഒരു വ്യക്തിയാക്കി മാറ്റുവാനിടയായി തീർന്നു. ദൈവവേദന, നീ ഒരു സാധാരണക്കാരനല്ല കേട്ടോ. ദൈവം നിന്നെ ഒരു അസാധാരണ മണ്ഡലത്തിൽ അസാധാരണമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ എടുത്തുപയോഗിക്കുവാൻ പോവുകയാണ്. ഈ രാത്രിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവത്തിൻ്റെ മഹത്വം കാണും.
ഈ സമയങ്ങളിലൊക്കെ എൻ്റെ ശബ്ദത്തെ ഈ മീഡിയയിലൂടെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം എനിക്കൊരുക്കി തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നാം കേട്ടിരിക്കുന്ന പോലെ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഫലിക്കും നിശ്ചയം. അങ്ങനെയെങ്കിൽ ഇന്നാളുകൾ നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തിയോടെ വിശ്വാസത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കും സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കും സൗഖ്യമാണ്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാൻ കർത്താവിനെ വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാൻ കർത്താവിനെ വല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കരവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കരവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മേൽ ഇറങ്ങിയതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അമേൻ. ഇതുപോലൊരു മീഡിയയിൽ കൂടെ കർത്താവിൻ്റെ പുണ്യനാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചതിനായി സകല മഹത്വവും ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേട്ട ദൈവവചന പ്രകാരം നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവഭക്തി നമ്മളോട് പറഞ്ഞു. നമ്മളോട് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എന്നാൽ എപ്പോൾ മുഴങ്കാൽ മടക്കിയോ അവൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്നും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നമ്മുടെ എല്ലാ വിഷയത്തിനകത്തും, നമ്മുടെ സ്വഭാവത്തിനകത്തും, നമ്മുടെ അതിരത്തിനകത്ത് ദൈവിക അധികാരങ്ങൾ എല്ലാം വെളിപ്പെട്ടു വരും. ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഞാൻ നിങ്ങളെ, ഇവിടെയുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു. ഇന്ന് നമ്മളോട് ആമേൻ സ്തോത്രം ദൈവവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ മോൻസി പി രാജു, പ്രിയപ്പെട്ട ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ആത്മീയ ആരാധന, ആത്മീയ ഗാനങ്ങൾ ലീഡ് ചെയ്തത് കർത്താവിൻ്റെ ദാസൻ ടിജു മോനാണ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രീതിയിൽ കീബോർഡ് വായിച്ച് നമ്മളെ സഹായിച്ച കർത്താവിൻ്റെ ദാസൻ ഷിവിൻ സി ഐസക്. അതുപോലെ സൗണ്ട്, ലൈറ്റ്, ക്യാമറ എല്ലാ ക്രമീകരണം ചെയ്ത
പ്രിയ സഹോദരങ്ങൾ, ബ്രദർ നിതീഷ്, അതുപോലെ ബ്രദർ സാംകുട്ടി, എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നിമിഷം ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ ഈ സമയം വരെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഈ മീഡിയയിൽ കൂടെ ഞങ്ങൾ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എളിയവരുടെ കർത്താവെ, ഈ പ്രോഗ്രാം നിമിത്തം കർത്താവെ, ഞങ്ങൾ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ അനുഗ്രഹമായി, വലിയ വിടുതലായി മാറുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവിന്റെ ദാസൻ മോൺസി ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ, ഇനിയും സഹായിക്കണം. പാട്ടുകളെ പാടിയ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. മറ്റെല്ലാ സഹോദരന്മാരെ ദൈവം ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നമ്മോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.